അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകൾ, ഫൈസൽ സാർ ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കൾ, പ്രിയപ്പെട്ട കാരണവന്മാർ, വിദ്യാർത്ഥി വചനങ്ങൾ, സഹോദരിമാരെ, ദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം ഫൈസൽ സാറിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് സത്യത്തിൽ KNS മൗലവി സ്റ്റേജിൽ നിന്നിങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുക. ഉള്ളിൻ്റെ ആളൽ എന്നതാണ് നമ്മുടെ ഈ 15ാമത് എഡിഷൻ സർക്കിളിയത്തിൻ്റെ തീമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൻസൂർ പുത്തനത്താണിയുടെ അതിഗഹനമായി നമ്മുടെ ചിന്തകളിലേക്ക് ഒട്ടേറെ ആശയങ്ങൾ സമ്മാനിച്ച് പ്രൗഢമായ ആസ്വാദന സദസ്സ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. അഭിമന്യരായ നേതാക്കളൊക്കെ പറഞ്ഞ പോലെ നമ്മൾ SKSSF ഇങ്ങനെയൊരു സർഗലയ വിങ് രൂപീകരിച്ച് കലാസാഹിത്യ മേഖലകളിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് അഭിമന്യരായ അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്രബോധന മേഖലയിൽ സംഘടന വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. കേരളത്തിൽ 18 ഉപവിഭാഗങ്ങളിലായിട്ട് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് SKSSF. ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചിക്കനുസരിച്ച്, അവൻ്റെ ചിന്തകൾക്കനുസരിച്ച്, അവൻ്റെ മനോനിലക്കനുസരിച്ച് ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട SKSSF. അതിൻ്റെ വിവിധ വിങ്ങുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിങ് തന്നെയാണ് സർഗലയ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, പ്രതിരോധ മേഖലയിൽ സാഹിത്യത്തിന് വലിയ കലക്കും സാഹിത്യത്തിനും വലിയ പങ്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മാലപ്പാട്ടുകളും അതുപോലെ തന്നെ ചെറുകൃതികളുമൊക്കെ രാജ്യത്തെ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പോലും വലിയ തീഷ്ണത നൽകിയിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ദീനിൻ്റെ ട്രഡീഷണലായിട്ടുള്ള, ആത്മീകമായിട്ടുള്ള, പരമ്പരാഗതമായി കടന്നു വന്ന വിശ്വാസ ആചാരങ്ങളെ നിലനിർത്തുകയും അതിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ മേഖല നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുള്ള മഹാനാണ്. മുഹീദ്ദീൻ മാലയുടെ രചയിതാവിനെ കുറിച്ച് ഇവിടെ പാടി പറഞ്ഞു. 500-ിലധികം കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളത്തിലും അല്ലാതെയും മാലയായിട്ടും അല്ലാതെയായിട്ടുമൊക്കെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ. ആ മുഹീദ്ദീൻ മാല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സരണിയിലെ ഏറ്റവും ശ്രദ്ധേയനായ അഭിനന്ദനായ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ സ്മരിക്കാനും അവിടുത്തെ അപദാനങ്ങൾ പാടി പറയാനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയതാണ് എന്നതാണ് സത്യം.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ആ വിദ്യാർത്ഥിയെ, അവിടുത്തെ യൗവനത്തെ, അവിടുത്തെ ആത്മീകമാകുന്ന ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതത്തെ വളരെ സരളമായി വിവിധ തലങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. തമിഴ് ഭാഷയുൾപ്പെടെ ഉൾച്ചേർത്തുകൊണ്ടുള്ള കവിതാശകലങ്ങളാണ് നമുക്ക് മൊഹീദ്ദീൻ മാലയിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ കലാ സാഹിത്യ മേഖലയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കൾക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നു മാത്രമല്ല, രാജ്യത്തെ സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും മാനവികതക്കും ഏറെ പങ്കു നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള, ചരിത്രങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള കൃതികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട മഹാരഥന്മാരായിട്ടുള്ള സൂഫി സരണിയിലെ മഹത്തുക്കളെ കുറിച്ച് ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും. നമുക്ക് മാലയായിട്ട് മറ്റു തലങ്ങളിൽ രചിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനെ നിരാകരിച്ചും അതിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിച്ചും രംഗത്ത് വന്നിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ വീടകങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അവരുടെ പ്രധാനമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കഴിഞ്ഞ് സഹോദരിമാർ ഇരുന്ന് ചൊല്ലിയിരുന്ന മാലയായിരുന്നു മൊഹീദ്ദീൻ മാലയാണെങ്കിലും നഫീസത്തു മാലയാണെങ്കിലും അതുപോലെയുള്ള മാലകൾ. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് എത്ര പേർക്കറിയാം അങ്ങനെ മാലയുണ്ട്, അല്ലെങ്കിൽ ആ മാലയുടെ അർത്ഥതലങ്ങൾ എന്താണ്, ആ മാല എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, പ്രസവ വേദന വരുന്ന സമയത്ത് ആ സഹോദരിമാർക്ക് മുമ്പിൽ വളരെ കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ നിർവഹിക്കപ്പെട്ടിരുന്നു നഫീസത്തു മാല എന്ന്. ഇന്ന് നമ്മൾ പ്രധാന ആശുപത്രികളിൽ, ക്ലിനിക്കുകൾ, അങ്ങനെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ മനുഷ്യന് വല്ലാതെ വേദന അനുഭവപ്പെടുന്ന, മഹാമാരികൾ കടിമപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് മരുന്നുകൾക്കൊപ്പം തന്നെ മനുഷ്യർക്ക്, അല്ലെങ്കിൽ അത്തരം ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങളിൽ നടക്കുന്നത് മ്യൂസിക്കൽ തെറാപ്പികളാണ്. ഇതുപോലെയുള്ള ചില തെറാപ്പികൾ, ആ തെറാപ്പി കേട്ടാൽ മനുഷ്യൻ്റെ മനസ്സിനകത്തേക്ക് സന്തോഷം പകരുകയല്ല ചെയ്യുക. പലരും അങ്ങനെ ഉണ്ടാകാം. എന്നാൽ നഫീസത്തു മാല പോലെ, മൊഹീദ്ദീൻ മാല പോലെയുള്ള മാലകൾ മനുഷ്യൻ്റെ മനസ്സിനകത്തേക്ക് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ആത്മീകമാകുന്ന നിർവൃതി നൽകുന്ന ആ തരത്തിലുള്ള മാലകളും അതുപോലെ തന്നെ ആ തരത്തിലുള്ള സംഗതികളും ചെയ്യുമ്പോൾ മനുഷ്യൻ അറിയാതെ അതിനെ അടിമപ്പെട്ട് അതിൽ ലയിച്ചു അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകും. പക്ഷേ അതിനെ നിരാകരിക്കാൻ നമ്മളിൽ നിന്ന് തന്നെ കടന്നു വന്ന പരിഷ്കരണവാദികൾ എന്ന് സ്വയം പേരിട്ടു വന്നിട്ടുള്ള ആളുകൾ അതിനെ ഇല്ലായ്മ ചെയ്യൂ. അതിനെതിരെയുള്ള സമരം കൂടിയാണ് ഈ സർഗലയം. അത്തരം ആളുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി വരച്ചിടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം വാവറിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പ്രഭാഷണം കോഴിക്കോട്ടെ കടപ്പുറത്തെ മണൽത്തരികളെ രോമാഞ്ചമണിയിച്ചിട്ടുണ്ട്. ആ സാഹോദര്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, മാനവികതയുടെ വർത്തമാനം പറയുന്ന പ്രഭാഷണങ്ങൾ. അത് പറയണമെങ്കിൽ ഈ സൂഫി ധാര നിലനിൽക്കണമെന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമ അന്ന് പറഞ്ഞു വെച്ചതാണ്. പക്ഷേ ഈ സൂഫി ധാരയെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയെയും നിർമാർജനം ചെയ്യുകയും അതിനെ തുടച്ചു ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്നത് ഇവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമായി നടക്കുകയാണ്. നമ്മുടെ അടുക്കള മുതൽ അടുക്കളയിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്ന് നാം സംശയിക്കേണ്ടുന്ന ഘട്ടത്തിലെത്തി നിൽക്കാൻ പാമരന്മാർ മതവിധി പറയുന്ന ഒരു കാലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാമരന്മാർ മതവിധി പറയാൻ, ഇസ്ലാമികവും അനിസ്ലാമികവും ഒക്കെ പറയുന്ന ആളുകൾ
ഏതു തരത്തിലുള്ള നിർവചനത്തിൻ്റെ പുറത്താണ് ഇവർ പറയുന്നത് എന്ന് നമുക്കറിയാൻ കഴിയാത്ത വിധം മതവിധി പീഡിക തിണയിലിരുന്ന്, അതുപോലെ തന്നെ അന്തിച്ചർച്ചകളുടെ ചെയറുകൾക്കിടയിലിരുന്ന്, മറ്റുള്ളവരുടെ മുമ്പിലിരുന്ന് നിർലജ്ജം അറിഞ്ഞോ അറിയാതെയോ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ യഥാർത്ഥ ദീന് പറഞ്ഞു കൊടുക്കാൻ, യഥാർത്ഥ പ്രതിരോധം തീർക്കാൻ, അത് വരയിലൂടെ, അത് എഴുത്തിലൂടെ, അതുപോലെ തന്നെ പ്രബന്ധത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ, കവിതയിലൂടെ, ഗാനാലാപനത്തിലൂടെ, അതുപോലെ തന്നെ പാടിയും പറഞ്ഞും എങ്ങനെയൊക്കെയാണോ മനുഷ്യൻ്റെ മുമ്പിൽ യഥാർത്ഥമായിട്ടുള്ള ആശയതലത്തെ സമർപ്പിക്കാൻ കഴിയുക, ആ ആശയതലത്തെ സമർപ്പിക്കാനുള്ള അവസരമൊരുക്കുകയാണ് SKSSF ഈ സർഗലയത്തിലൂടെ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നവനാസ്തികതയും ലിബറൽ ചിന്താഗതികളും നമ്മളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ യുക്തിവാദത്തിനും നവലിബറൽ ചിന്താഗതികൾക്കും അതുപോലെ തന്നെ സർവമത സത്യവാദങ്ങൾക്കും അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ, ക്യാമ്പസ് തലങ്ങളിൽ പ്രത്യേകിച്ച്. അത്തരം വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകാൻ കഴിവുറ്റ പ്രാപ്തമായിട്ടുള്ള പ്രതിഭകളെ നമ്മൾ വളർത്തിയെടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നവനാസ്തികതയുടെ വലിയ സമ്മേളനം കോഴിക്കോട് കഴിഞ്ഞ മാസം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ നേരിട്ട് അവരുടെ അപ്പോസ്തലനായിട്ട് ഇന്ന് അവതരിച്ചു നിൽക്കുന്ന, ഇന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വ്യക്തിത്വവുമായി നമ്മുടെ പ്രതിഭാശാലിയായിട്ടുള്ള SKSSFൻ്റെ തന്നെ സാംസ്കാരിക വിങ്ങായിട്ടുള്ള മനീഷയുടെ സാരഥി ഷുഹൈബുൽ ഹൈതമി ഉസ്താദ് അവിടെ സംവാദം നടത്തി. ആ സംവാദം കഴിഞ്ഞപ്പോൾ നേരിട്ട് സംവദിച്ചിട്ടുള്ള യുക്തിവാദിയുടെ തലതൊട്ടപ്പനെന്ന് അവർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള, വിരിപേരിട്ടിട്ടുള്ള അയാൾ പറയുന്നത് ഇന്നത്തെ ഹീറോയാണ് ഷുഹൈബുൽ ഹൈതമി എന്നാണ്. ഈ സംവാദ സദസ്സിൻ്റെ ഹീറോ താങ്കളാണെന്ന് പറയാൻ മാത്രം, പറയിപ്പിക്കാൻ മാത്രം കരുത്താർജിച്ചിട്ടുള്ളത് SKSSFൻ്റെ സർഗലയം പോലെയുള്ള വേദിയിലൂടെ വളർന്നുവെന്നാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ഷുഹൈബുൽ ഹൈതമി ഉൾപ്പെടെ നമ്മുടെ ഇന്ന് കാണുന്ന പ്രഭാഷകർ, പല എഴുത്തുകാർ, അതുപോലെ തന്നെ ഗ്രന്ഥകർത്താക്കൾ, അവർ SKSSFൻ്റെ ഈ കലാസാഹിത്യ മേഖലയാകുന്ന സർഗലയത്തിലൂടെ എഴുതിയും വരച്ചും പാടിയും പറഞ്ഞും കഴിവ് തെളിയിച്ചവർ, പ്രതിഭാശാലികളായി വളർന്നു വന്നവരാണ്. നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SKSSF എന്ന് പറയുന്ന പഞ്ചാക്ഷരി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയുന്നതിന് വേണ്ടി ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ നമ്മൾ ഒരേ സമയത്ത് ത്രൈമാസ ക്യാമ്പയിൻ നടത്തുമ്പോൾ, ആ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ മഹല്ലുകളിൽ, നാടുകളിൽ ആദർശ സമ്മേളനങ്ങൾ നടത്തി പ്രഭാഷണങ്ങൾ നിർവഹിക്കുമ്പോൾ, നമ്മുടെ ത്വലബ ക്യാമ്പസുകൾക്കകത്ത്, അറബി കോളേജുകൾക്കകത്ത് നമ്മൾ ഇതേ ആശയത്തിൽ തന്നെ പ്രഭാഷണം നടത്തുമ്പോൾ, നമ്മുടെ ക്യാമ്പസ് വിദ്യാർത്ഥികളാകുന്ന ഭൗതിക കലാലയത്തിലെ 100ഓളം ക്യാമ്പസുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ക്യാമ്പസുകൾക്കകത്ത് നമ്മൾ ഇതേ ശീർഷകത്തിൽ, മറ്റൊരു ശീർഷകമല്ല, ആദർശമാനത്താണ് എന്ന ശീർഷകത്തിൽ നവ ലിബറലിസത്തിനെതിരെയും നവനാസ്തികതക്കെതിരെയും അതുപോലെ തന്നെ സർവമത സത്യവാദത്തിനെതിരെയും നിരീശ്വര നിർമ്മത ചിന്താധാരകൾക്കെതിരെയും വളരെ ഗഹനമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും സംവാദങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. നമുക്കതിന് കഴിയും. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മൾ അങ്ങാടിയിൽ നടത്തുന്ന ലിബറലിസത്തിനെതിരെ, യുക്തിവാദത്തിനെതിരെ, നാസ്തികതക്കെതിരെ നടത്തുന്ന പ്രഭാഷണം പുതിയ കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇതുപോലെയുള്ള സദസ്സുകൾക്കകത്തു നടത്തേണ്ടുന്ന കാലത്താണ് നമ്മളുള്ളത്. ലിബറൽ ചിന്തകൾ നമ്മളിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നു. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വിദ്യാർത്ഥികൾ അവരിലേക്ക് ഈ ആശയധാരകൾ നമ്മളറിയാതെ വന്നുപെട്ടിരിക്കുന്നു. നമുക്കൊരു ധാരയുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ഏതാണ് ആ സംസ്കാരം?
സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ദീനാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മഹാനായ ബാഫക്കി തങ്ങൾ പുറത്ത് ബോംബെയിലെ ഒരു സ്വീകരണ സമ്മേളനം ആനയിച്ചു കൊണ്ടുപോവുകയാണ്. വലിയ ആവേശത്തോടുകൂടെ, വലിയ പ്രോജ്വലമായിട്ടുള്ള പ്രകടനത്തോടുകൂടെ പോകുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഭിനന്ദനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ആ ബാങ്ക് വിളിച്ച പള്ളിയിലേക്ക് നേരെ കയറി പോകുന്നുണ്ട്. ആ ബാങ്ക് വിളിക്കുന്ന പള്ളിയിലേക്ക് കയറി ചൊല്ലുകയാണ്. തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, തങ്ങൾ മുസാഫിറല്ലേ, ജമ്മും കസറും അനുവദനീയമാണല്ലോ, ഇശായിലേക്ക് പിന്തിപ്പിച്ച് നിസ്കരിക്കാമായിരുന്നില്ലേ എന്ന് നേതാക്കൾ ചോദിക്കുമ്പോൾ തങ്ങളുടെ മറുപടി ഇതായിരുന്നു, നിങ്ങൾ മുസാഫിരീങ്ങളാണോ? ഞാൻ ഇശായിലേക്ക് പിന്തിപ്പിച്ചു നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് മഗ്രിബ് നിസ്കരിക്കേണ്ടതില്ലേ? ആ സമയത്ത് നിങ്ങൾക്കത് നിർവഹിക്കാനായില്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുറ്റമേറ്റെടുക്കേണ്ടത് ഞാനല്ലേ എന്ന ചോദ്യമുണ്ട്. ഇത് രാഷ്ട്രീയ രംഗത്തെ പ്രതിഭാശാലിയായിട്ടുള്ള, നമുക്ക് മുന്നേ നേതൃപരമായി നമ്മെ മുന്നിൽ നയിച്ചിട്ടുള്ളൊരു മഹാന്റെ അനുഭവമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളുടെ വേദികൾ, നമ്മുടെ വഴികൾ, നമ്മുടെ സംഘാടനങ്ങൾ, നമ്മുടെ സംഗമങ്ങൾ, നമ്മുടെ സൗഹൃദത്തിൻ്റെ സദസ്സുകൾ, നമ്മുടെ മാംഗല്യ സദസ്സുകൾ, അതൊക്കെയും ഇന്ന് വിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ വഴികളിൽ നിന്നകന്ന് അബദ്ധസഞ്ചാരം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഗാനമേളയില്ലാതെ, ഇവിടെ ഫൈസൽ സാർ പറഞ്ഞല്ലോ, ശരിക്ക് ഒപ്പനയുടെ താളമില്ലാതെ നമുക്ക് വിവാഹ സദ്യ ഒരുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് 4 ആളെ കിട്ടണമെങ്കിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും വാദ്യമേളകളുടെയും അതുപോലെ ഇതുപോലെയുള്ള കലാവിരുന്നുകളുടെയും അകമ്പടി സേവിക്കേണ്ടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ അറിയാതെ നീങ്ങിപ്പോയിട്ടുണ്ട്. ഇതിനെതിരെ ഒരു തിരുത്ത് അനിവാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ, നവലിബറൽ ചിന്തകൾ, നാസ്തിക ചിന്തകൾ, അതുപോലെ തന്നെ മതനിരാസ ചിന്തകൾ, ആ മതനിരാസ ചിന്തകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നവർ സത്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്തു നിൽക്കുന്നവരാണെന്ന് നേരത്തെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളും നമ്മുടെ പ്രസ്ഥാനങ്ങളും ബോധ്യപ്പെടുത്തിയതാണ്. അത് മറ്റൊരു മതം തന്നെയാണ് എന്ന കാഴ്ചപ്പാടാണ് നമ്മൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ അതിനെ പുറത്ത് എതിർക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ അകത്തളങ്ങളിൽ വന്നുകൊണ്ട് അതിനെതിരായിട്ട് ക്യാമ്പയിനുകൾ നടത്തേണ്ട കാലം, സ്വയം ആത്മവിമർശനം നടത്തി നമ്മൾക്കകത്തേക്ക് ഇത്തരത്തിലുള്ള ചിന്താധാരകൾ, ലിബറലിസത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, നവനാസ്തികതയുടെ ചിന്തകൾ നമുക്കകത്തേക്ക് കടന്നു വരുന്നതിൻ്റെ വഴികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അത് വെറും ഏതെങ്കിലും പ്രാസ്ഥാനികമായിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നതല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സോഷ്യൽ ഇടങ്ങളിലുള്ള നമ്മുടെ പുതിയ തലമുറയുടെ ഇടപെടലുകളാണ്. ആ ഇടപെടലുകളെ ധാർമ്മികതയുടെ, നൈതികതയുടെ, നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇനിയുള്ള കാലത്തു നടക്കേണ്ടത്. SKSSF ആ വഴിയിലേറെ ചിന്തിക്കുകയും നമ്മൾ നേരത്തെ ഇൻസ്റ്റാഫേസ് മീറ്റ് എന്ന പേരിൽ പ്രത്യേകമായൊരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ളത് ഇനിയും ശാക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ജില്ലാ SKSSF ഇന്നിവിടെ കൂടിയിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രബോധന പ്രവർത്തനം, ക്യാമ്പയിൻ നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട മൻസൂർ പുത്തനത്താടിയുടെ ഉള്ളിൻ്റെ ആളൽ ഒരു പൊട്ടിത്തെറിയുടെ ദിവസമാണ്. ഇങ്ങനെ ഒരു തലക്കെന്നിങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് മുബശ്ശിർ തങ്ങൾ തൻ്റെ അധ്യക്ഷ പ്രഭാഷണം മുതൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ മുനീർ സാഹിബ് ഉൾപ്പെടെ ഇന്നത്തെ ഈ ഉദ്ഘാടന വേദിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഓരോന്നും ഗഹനമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. അത് കഴിഞ്ഞ് ഫൈസൽ സാറിൻ്റെ വാക്കുകൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു കേട്ടിരുന്നു. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് KNS കുറച്ച് എന്താ പറയുക, ബദറും ഒക്കെ പാടി പറഞ്ഞുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കും. അത് കഴിഞ്ഞാൽ മൻസൂർ പുത്തനത്താണിയുടെ നേതൃത്വത്തിലുള്ള ഗാന വിരുന്നും ഇവിടെ നടക്കുകയാണ്. എനിക്കേറെ സന്തോഷമെന്ന് പറയുന്നത്, നമ്മളൊക്കെ
കളിച്ചു വളർന്ന, നമ്മളൊക്കെ എന്താ ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിരിവെടുത്തിട്ടാണ് നമ്മൾ സംഘാടനം പഠിച്ചത്. അങ്ങനെ താഴെ തട്ട് നിന്ന് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് പിരിവെടുത്ത് സംഘാടനം പഠിച്ചു വളർന്നിട്ടുള്ള നമ്മുടെ ജില്ല, അത് ഓരോ പ്രോഗ്രാമുകളും വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നത് ശ്ലാഘനീയമാണ്. 4 ദിവസമാണ് നമ്മുടെ ജില്ലാ സർഗലയം. അതോരോന്നും വൈവിധ്യമാണ്. പതാക ഉയർത്തുന്ന സന്ദർഭം നമ്മൾ കണ്ടു, അതൊരു വേറിട്ട രീതി സ്വീകരിച്ചു. ഇവിടെ ഉദ്ഘാടന സംഗമത്തോടുകൂടെ ഒരു ആസ്വാദന സദസ്സൊരുക്കിയിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് വിരുന്നും മറ്റുമൊക്കെ നമ്മുടെ വേദിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായി 9ഓളം വേദികളിൽ 25 മേഖലകളിൽ നിന്നുള്ള 2000ഓളം വരുന്ന പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വേദികളിൽ വന്ന് മാറ്റുരച്ച് ഇൻഷാ അല്ലാഹ് സംസ്ഥാന സർഗലയത്തിലേക്ക് ആർക്ക് പോകാൻ കഴിയുമെന്ന് തീരുമാനിക്കപ്പെടുന്ന 2-3 ദിവസങ്ങളാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ സംഘടനയുടെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലക്ക് 27, 28, 29 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സർഗലയത്തിലേക്ക് വളരെ ആദരവോടെ സന്തോഷത്തോടെ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ഇവിടെ നിന്ന് പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് സംസ്ഥാന തല മത്സരത്തിൽ പങ്കെടുത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള പരിശ്രമങ്ങളായിരിക്കണം മേഖലകൾ ഇനിയുള്ള നാളുകളിൽ നടത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ആ പണിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എയർപോർട്ടിലായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു 2 ദിവസം കൊണ്ട് നമ്മളൊരു പ്രൊട്ടസ്റ്റ് പ്ലാൻ ചെയ്തു. എയർപോർട്ട് മാർച്ചിലേക്ക് നമ്മൾ പോയി. 1000കണക്കിന് നമ്മുടെ വിദ്യാർത്ഥികൾ വന്നു ചേർന്നുകൊണ്ട് ആ സന്ദേശം സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. പല മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളും ആ രംഗത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തുടങ്ങി. ഷാഹി മസ്ജിദ്, അജ്മീർ ദർഗാ ഷരീഫ്, അതുപോലെ തന്നെ ഡൽഹി മസ്ജിദ് ഉൾപ്പെടെ അതിനെ തകർക്കാൻ വരുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്കെതിരെയുള്ള സമര പോരാട്ടത്തിലായിരുന്നു നമ്മൾ. ഇനിയും നമ്മൾ ചില സമരങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം, സഹകരണങ്ങൾ ഉണ്ടാകണം. ബഹളങ്ങൾ ഉണ്ടാക്കി ഈ ഉമ്മത്തിനെ ഉറക്കിക്കിടത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്തരം ബഹളക്കാർക്കെതിരെ നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ മറുപടി പറയാൻ നിങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തോടൊപ്പം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മീറ്റിങ്ങുകളാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒരു മീറ്റിങ്ങിനകത്ത് നടക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ചും നമ്മളാണ് പഠിക്കേണ്ടത്. എന്നാൽ പൊതുയോഗങ്ങളിൽ ഉണ്ടാകുന്നത് എന്ത്, അവിടെ എന്തൊക്കെ പറയുമെന്നതും തിരിച്ചറിയാനുള്ള പരിപക്വതയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആരെയും മറ്റു രീതികളിലേക്ക് കൊണ്ടുപോകാൻ ഒരാളെയും അനുവദിക്കാത്ത വിധം നമുക്ക് ധാരാളം കാര്യങ്ങൾ സർഗമേഖലയിൽ ഇങ്ങനെ ചെയ്യാനുണ്ടാകുമ്പോൾ തന്നെ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോയതെങ്കിൽ ഇനി നമ്മൾ മാമലകളുടെ നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് പ്രതിഷേധം ഏതു തരത്തിൽ കൊണ്ടുപോകണമെങ്കിലും ആ തരത്തിൽ പ്രതിഷേധിക്കുകയും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ഇടപെടലുകളിൽ SKSSF എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മുന്നിലുണ്ടാകും. ആദർശം പറയേണ്ടത് നമ്മൾ ആദർശം പറയും. സന്നദ്ധ സേവനം നിർവഹിക്കേണ്ടിടത്ത് അത് നിർവഹിക്കും. സർഗപ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള വേദികൾ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം രാജ്യത്തിൻ്റെ ഭരണകൂടം, അതല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയവാദികൾ, തീവ്രവാദികൾ അവർ നടത്തുന്ന തീവ്രമായ ശ്രമങ്ങളെ നിരാകരിക്കുന്നതിനും സമൂഹത്തെ നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടിടത്ത് അങ്ങനെയും നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് SKSSF തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടെ കർമ്മരംഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ച് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.